നരഭോജികളെ മാനസാന്തരപ്പെടുത്തി സുവിശേഷം അവരോട് പ്രഘോഷിച്ചുകൊണ്ട് അവരെ ക്രിസ്ത്യാനികളാക്കിയ അത്രയ്ക്ക് ശക്തമായ കരുത്തുണ്ടായിരുന്ന ഒരു അപ്പസ്തോലനായിരുന്നു. എന്നാൽ ഇവരെല്ലാവരുടെയും മരണസമയത്ത് പ്രത്യേകിച്ച് എന്തായിരുന്നിരിക്കാം അവരുടെ ചിന്ത എന്നുള്ളത് എപ്പോഴും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളും അതുപോലെ ഭീകര അവസ്ഥയിൽ പെടുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവർ അതുപോലെ ഭീകരാവസ്ഥയിൽ വന്നപ്പോൾ കർത്താവിൽ ശരണപ്പെടുക മാത്രമല്ല, കർത്താവിൻ്റെ ആ വേദനയോട്, കർത്താവിൻ്റെ ആ രക്തച്ചൊരിച്ചിൽ അവർക്ക് വേണം, അതിനുവേണ്ടി അവർ ദാഹിച്ചു. അത് കർത്താവ് സന്തോഷത്തോടെ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ കേട്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള വരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തിയാസിന്റെ ശരീരഭാഗങ്ങൾ ജർമ്മനിയിൽ ടയർ എന്നുള്ള സ്ഥലത്തുള്ള ബസിലിക്കയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഹെലേന, സെയിന്റ് കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള സെയിന്റ് ഹെലേന എംപറസ് ആണ് പിന്നീട് ഈ ശരീരം സൂക്ഷിച്ചുകൊണ്ട് റോമിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഈ വിശുദ്ധരുടെ എല്ലാം ശരീരം ഇപ്പോഴും വളരെ പുണ്യപ്പെട്ട രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിലൂടെ ആ സ്ഥലങ്ങളിലും ആ വിശ്വാസത്തിലും അവരുടെ മധ്യസ്ഥതയിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരാരും മരിച്ചിട്ടില്ല, ഇവർ ഇപ്പോഴും ജീവിക്കുന്നു, ഇവർ നിത്യതയിൽ ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ നിത്യത നമ്മൾ ഓരോരുത്തർക്കും ലഭ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു അപ്പസ്തോലനാണ് ജൂഡാ തദേവുസ്. ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച് ഫനേസ് എന്ന സ്ഥലത്ത് യഹൂദ കുടുംബത്തിൽ ജനിച്ച യൂദാ തദേവുസ് യേശുവിൻ്റെ തന്നെ ആ കാലഘട്ടത്തിൽ യേശുവിനോടൊപ്പം ബാല്യകാലം മുതൽ വളർന്നവരാണ്. അവരൊരുമിച്ച് ജീവിച്ച് കളിച്ച് നടന്നിട്ടുള്ളവരായിരുന്നിരിക്കാം. യൂദാ തദേവുസ് ഗ്രീക്ക്, അരാമിക് അങ്ങനെയുള്ള ലാംഗ്വേജുകളെല്ലാം വശമായിരുന്നു. ഒരു ഇന്റർനാഷണൽ ട്രാവലർ പോലെ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ, ലിബിയ, ടർക്കി, പേർഷ്യ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം സെയിന്റ് സൈമൺ, അപ്പസ്തോലനായ സൈമണോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. യൂദാ തദേവുസ് ആണ് അർമേനിയൻ ചർച്ചിന്റെ ആരംഭം ഇട്ടത്. അങ്ങനെ ബിയോണ്ട് ദ റോമൻ എംപയർ, റോമൻ സാമ്രാജ്യത്തിന് പുറത്ത് നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷം പ്രഘോഷിച്ച് അവിടെയെല്ലാം സഭ സ്ഥാപിച്ച യൂദാ തദേവുസ് രക്തസാക്ഷിത്വം സ്വീകരിച്ചത്, യൂദാ തദേവുസിന്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാകും നമ്മളെല്ലാവരും, ഒരു കോടാലിയാണ്. മിക്കവാറും അപ്പസ്തോലന്മാരുടെ കയ്യിൽ അവരെ എന്ത് രീതിയിലാണ് അവർ രക്തസാക്ഷി ഭരിച്ചതെന്നുള്ളതിന്റെ അടയാളം നമ്മൾക്ക് കാണാം. അങ്ങനെ ഒരു കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്യപ്പെട്ടത് യൂദാ തദേവുസിനെ. യൂദാ തദേവുസിന്റെ മോർട്ടൽ റിമെയിൻസ് സെന്റ് പീറ്റർ ബസിലിക്കായിൽ തന്നെ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ യൂദാ തദേവുസിന്റെ മധ്യസ്ഥത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി പള്ളികളും വലിയ നൊവേനകളും ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ അപ്പസ്തോലിക വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ വീര്യമുള്ളവരാകാൻ വേണ്ടി ഇവരോരോരുത്തരുടെയും മധ്യസ്ഥം നമുക്കെടുത്ത് പ്രാർത്ഥിക്കാം. യൂദാ തദേവുസിനോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന അപ്പസ്തോലനായിരുന്നു ശിമിയോൻ, തീവ്രവാദിയായ ശിമിയോൻ. കണ്ടോ, യേശുവിനെ അപ്പസ്തോലന്മാരുടെ ഇടയിൽ തീവ്രവാദികളെ വരെ യേശു സ്വീകരിച്ചിരുന്നു. തീവ്രവാദിയായ സൈമൺ ശക്തനായ ഒരു തീവ്രവാദി പോലെയുള്ള ഒരു സുവിശേഷ വേലക്കാരനായി നിരവധി സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അതിനുശേഷം അവസാനം കുരിശിൽ തറച്ച് രക്തസാക്ഷിത്വം സ്വീകരിക്കുകയാണിത്.
സൈമണെയും കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടാണ്. സൈമൺ അല്ലെങ്കിൽ സെമിയോനും യൂദാ തദേവൂസിന്റെയും രണ്ടുപേരുടെയും ശരീരഭാഗങ്ങൾ റോമിൽ ബസിലിക്കായിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അറിവ്. ഈ യൂദാ തദേവൂസും സൈമണും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നിരവധി സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുകയും നിരവധി പേർ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് വരികയും ഇന്നും അവരുടെ മധ്യസ്ഥത്തിൽ ശക്തമായ അനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവന്റെ കവാടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ അപ്പസ്തോലന്മാരെല്ലാവരും യേശുവിനെ പോലെ തന്നെ യേശുവായിക്കൊണ്ട് മറ്റൊരു ക്രിസ്തുവായിക്കൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവനും വേണ്ടി അവരുടെ രക്തം ഒഴുക്കി എന്നുള്ളതാണ്. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ഇത് സാധ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഇതിലൂടെ രക്ഷയിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും വന്നിരിക്കുന്നത്, ഇന്നും നമ്മുടെ വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മധ്യസ്ഥത്തിലൂടെയാണ്. ഇവരെല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട്, അതോടൊപ്പം നമ്മൾ അവരോടൊപ്പമുണ്ട്. സഭ എന്നത് ഇന്നത്തെ ഈ ദൃശ്യമായി കാണുന്ന പള്ളിയോ അല്ലെങ്കിൽ ദൃശ്യമായിട്ടുള്ളൊരു സ്ട്രക്ചറോ അല്ല, മറിച്ച് 3 തലങ്ങളാണ് സഭയ്ക്കുള്ളത്. വിജയസഭ, അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് വീരോചിതമായി ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗീയ ഭാഗ്യത്തിലേക്ക് കടന്ന ആ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. അതുപോലെ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, മരണശേഷം പർഗറ്ററിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളും സഭ. അതോടൊപ്പം ഇന്നത്തെ ഭൂമിയിലെ തീർത്ഥാടന സഭയായ നമ്മൾ. അപ്പോൾ നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും വേണ്ടിയിട്ട് ആ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ അപ്പസ്തോലന്മാരും ഈ രക്തസാക്ഷികൾ എല്ലാവരും അവരുടെ വീരോചിതമായ ജീവിതത്താലും രക്തസാക്ഷിത്വത്താലും സഭയ്ക്ക് വേണ്ടി, ഇവിടെ ഭൂമിയിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ അതിലേക്ക് കടന്നിരിക്കുന്നു. ജീവന്റെ കവാടം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഈ ജീവിതത്തിലേക്ക്, ഈ അനന്തമായ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതലായിട്ട് പരലോകത്തിലുള്ള സ്വർഗീയമായ ജീവിതത്തിലുള്ള അനന്തമായ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. നമ്മൾ ഒരിക്കലും റെസ്റ്റ് ഇൻ പീസ് ആയിട്ടിരിക്കുകയല്ല. ഈ അപ്പസ്തോലന്മാരാരും അവിടെ റെസ്റ്റ് ഇൻ പീസ് ആയിട്ടിരിക്കുകയല്ല. അവരെല്ലാവരും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനത്തോടൊപ്പം നമുക്കും ആവേശത്തോടെ പ്രവർത്തിക്കണം എന്ന് ആവേശം കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ജ്വലിപ്പിക്കാം.